ഓം നമോ നാരായണായ. നമസ്കാരം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകം, രാമായണ കഥ ഹനുമൽ സംഗമം വരെ. അതാണ് ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിലെ 1-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. നമുക്കറിയാം, രാമായണം 6 കാണ്ഡങ്ങളിലായി വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഈ രാമായണ കഥ അതിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സന്ദർഭങ്ങളൊക്കെ ഉൾപ്പെടുത്തി വളരെയധികം സംഗ്രഹിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ 2 ദശകങ്ങളിലായി രാമായണ കഥ വിവരിച്ചിരിക്കുന്നത്. 34, 35 രാമായണ കഥയാണ് വിവരിക്കുന്നത്. അതിലെ 34-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ രാമായണ മാസം തുടങ്ങുകയായി. ഈ സമയം തന്നെ രാമായണ കഥ പറയാനായിട്ട് സാധിച്ചത് ഈശ്വരാനുഗ്രഹം. ആദ്യം ശ്ലോകം വായിക്കാം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസുജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേന അഭി ശത്രുഘ്ന നാംന. ദേവന്മാർ ആവലാതി പറയുന്നതും പുത്രകാമേഷ്ടി യാഗവും പായസദാനവും രാമാദികളുടെ അവതാരവും ഈ കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ദേവന്മാർ ദശമുഖനായ രാവണനെ നിഗ്രഹിക്കാനായി ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ, അല്ലയോ ഭഗവാനെ, അങ്ങ് ശ്രീരാമനായി അവതരിച്ചുവല്ലോ എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. ഇതിനിടയിൽ ശ്രീരാമ അവതാരമെടുക്കുന്നതിനായിട്ടുള്ള ഒരു സന്ദർഭം കൂടി വിവരിക്കുകയാണ്. കോസല രാജ്യത്ത് അയോധ്യയിൽ വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗ മഹർഷി പുത്രന്മാരുണ്ടാകാത്തവർ പുത്രപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്ന യാഗമായ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു. ഈ യാഗത്തിൽ അഗ്നിദേവൻ വിശേഷപ്പെട്ട പായസം നൽകുന്നു. ദശരഥ മഹാരാജാവിന്റെ 3 പത്നിമാരും ഈ പായസം കഴിച്ച് ഗർഭം ധരിക്കുന്നു. അങ്ങനെ ലക്ഷ്മണ ഭരത ശത്രുഘ്നനോട് കൂടി, അല്ലയോ ഭഗവാനെ, അങ്ങ് സ്വയം അവതരിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. വൈകുണ്ഠ ലോകത്തെ കാവൽക്കാരാണ് ജയവിജയന്മാർ. ഒരിക്കൽ സനകാദി മുനിമാരുടെ ശാപം മൂലം ഇവർക്ക് ഭൂമിയിൽ അസുരന്മാരായി ജനിക്കേണ്ടി വന്നു. 3 ജന്മമാണ് അവർക്ക് എടുക്കേണ്ടി വന്നത്. അവരുടെ ആദ്യത്തെ ജന്മമാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. പിന്നീട് ത്രേതായുഗത്തിലെ രാവണനും കുംഭകർണനുമായിട്ടാണ് അവർ ജനിക്കുന്നത്. രാവണന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ രാവണ നിഗ്രഹത്തിനായി ഭഗവാൻ ശ്രീരാമനായി അവതരിക്കാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ഭൂമിയിൽ ദശരഥ മഹാരാജാവ് തന്റെ 3 പത്നിമാരിലും പുത്രന്മാരുണ്ടാകാതെ വിഷമിക്കുന്നു. അങ്ങനെ തന്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്താൻ നിശ്ചയിക്കുന്നു. വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗ മഹർഷിയാണ് പുത്രകാമേഷ്ടി യാഗം ചെയ്യുന്നത്. അങ്ങനെ യാഗത്തിൽ അഗ്നിദേവൻ വിശേഷപ്പെട്ട പായസം നൽകുന്നു. ദശരഥ മഹാരാജാവ് ഈ പായസം തന്റെ 3 പത്നിമാർക്കുമായി വീതിച്ചു നൽകുന്നു. അങ്ങനെ ഈ പായസം ഭക്ഷിച്ച് 3 പത്നിമാരും, കൗസല്യ, കൈകേയി, സുമിത്ര എന്ന 3 പത്നിമാരും ഗർഭം ധരിക്കുന്നു. വഴിയെ കൗസല്യയുടെ പുത്രനായി ശ്രീരാമനും കൈകേയിയുടെ പുത്രനായി ഭരതനും സുമിത്രയുടെ പുത്രന്മാരായി ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവതരിക്കുന്നു. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേന ശത്രുഘ്ന നാംന.